ഹലോ ചേച്ചി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് 95ാം എപ്പിസോഡ് റിവ്യൂ പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒരുക്കമല്ലേ കേൾക്കാൻ? അതേപോലെ ബിഗ് ബോസ് മോർണിംഗ് പാർട്ടി 2 എല്ലാവരും നല്ലപോലെ ഡാൻസ് കളിച്ചിപ്പം കുറേ പേര് ഡാൻസ് കളിക്കാറ് നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് അപ്പാനിയുടെ കോൺവെർസേഷനാണ്. ബിൻസിയുമായിട്ട്. ബിൻസി മാത്രമല്ല, കുറേ പേര് ഇരിപ്പുണ്ട്. അപ്പം അപ്പാനി പറയുന്നത് നമ്മൾ ഇന്നലെ എല്ലാം ക്ലിയർ ചെയ്തു അനുവിനോട്, അനു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. പക്ഷേ അത് എങ്ങനെയാണത് പുറത്തു പോകുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്നെ മാത്രം ബലിയാടാകാൻ പുറത്തേക്ക് ഇട്ട് കൊടുക്കരുതേ എന്ന് അപ്പാനി ബിൻസിയോട് പറയുന്നു. അതിനുശേഷം കാണുന്ന ആദിലെ നൂറേം പറയുന്ന കാര്യമുണ്ട്. ഫ്രണ്ട്സായിട്ട് നിന്നാൽ മിസ്റ്റേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അനുവിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അനുവായിട്ട് ഇപ്പോൾ പിണക്കമല്ലേ അവർ. അപ്പം അനു ചെയ്യുന്നൊക്കെ ചില മിസ്റ്റേക്കുകളൊക്കെ അതിലേ നൂറും ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് പിണക്കമുണ്ടാവുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അവരുടെ പിണക്കത്തിൻ്റെ ഇപ്പം വലിയ കൊടുമുടി മുണ്ടക്കി നിൽക്കുക. കാരണം അപ്പം ഭയങ്കര പിണക്കമാണ്, അവർ മിണ്ടത്തില്ല. മസ്താനിയും അനുവാണ് കൂട്ട്. അപ്പം മസ്താനിയോട് അനു പറയാണ്, ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഞാൻ അറിയാതെ പറഞ്ഞു, പക്ഷേ ഞാനത് അപ്പാനിയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. അപ്പം മസ്താനി അത് എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അനു പറയുന്നൊരു കാര്യമുണ്ട്. അതിനുശേഷം ആദിലെ നൂറേയും കൂടാണ് പറഞ്ഞത്, ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന കാര്യം പറഞ്ഞത് ബിൻസി. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞാനും ആദിലെയും ശൈത്യയും കൂടെ എല്ലാം പറഞ്ഞിരുന്നു ഇതിനെപ്പറ്റി. കാരണം അത് ബിൻസി അങ്ങനെ ഉടുപ്പ് ഇട്ടുകൊണ്ട് ചെന്നിരിക്കുമ്പോഴത്തേന് അവളുടെ പേരല്ലേ പോകുന്നത്. അപ്പം ഈ കൊച്ചിന് ബോധമില്ലേ, ഇതെന്തിനാ ഇങ്ങനെ കാണിക്കാനായിട്ട് അവിടെ ചെന്ന് കിടക്കുന്നൊക്കെ പറഞ്ഞത് പിന്നെ അനു പറയാണ്. ചുരുക്കം പറഞ്ഞാൽ നല്ല രസമാണ്. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞ അവസാനം എൻ്റെ പേര് ലാസ്റ്റ് എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ ഇതാരാ പറഞ്ഞതെന്ന് അറിയത്തില്ല, പക്ഷെ അവരെല്ലാവരും ഉണ്ട് അതിനകത്ത്. അപ്പം അനു പറയാണ്, അയ്യോ എന്തോവായിരുന്നു ഇവിടെ വെച്ച്, അവരൊരു പാത്രത്തിൽ കഴിക്കുന്നു, അപ്പാനി കഴിച്ചില്ലെങ്കിൽ മിൻസി കഴിക്കത്തില്ല, പിന്നെ പോകാൻ നേരത്ത് ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അതങ്ങനെ തോന്നിയെന്നാണ് പുള്ളിക്കാരി പിന്നെയും പറയുന്നത്. പക്ഷെ അത് അങ്ങനെ അല്ലാന്ന് ഇപ്പോഴും പറയുന്നില്ല. അത് മാത്രമല്ല, ഇവിടെ എല്ലാവരും അതിനെപ്പറ്റി അങ്ങനെ തന്നെ പറഞ്ഞു എന്നും കൂടെ കൂട്ടിച്ചേർക്കുക. പിന്നെ അടുത്ത വഴക്കിനായി മസ്താനി ബിൻസി വഴക്ക്. അയ്യോ അത് അടിപൊളിയായിരുന്നു കേട്ടോ. ബിൻസിയുടെ പെർഫോമൻസ് സൂപ്പറാണ്. പുള്ളി RJ അല്ലേ. അപ്പം ഓരോ വാക്കുകളും അടുക്കം ചിട്ടയോടുകൂടി പറയുന്നത് ഭയങ്കര സ്പഷ്ടമായിട്ടാണ് ബിൻസിയുടെ ഓരോ വാക്കുകൾ. അടിപൊളിയാണ്. നല്ല വാചകങ്ങളും അടിപൊളി. എനിക്ക് ആ വർത്തമാനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. പുള്ളിക്കാരി നിന്ന് പറഞ്ഞിട്ടോ പുള്ളിക്കാരിക്ക് ഒരു ഫീലിങ്സ്, കരച്ചിൽ വരുമോ അല്ലെങ്കിൽ തൊണ്ടയിട്ടോ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ മസ്താനി അവിടെ ഒരു രക്ഷയില്ലാതിരിക്കുന്നതാണ്, കണ്ണൊക്കെ നിറഞ്ഞ് ഒന്നും പറയാൻ പറ്റാതായിപ്പോയി. എനിക്ക് തോന്നുന്നു ഇവർ പുറത്തിറങ്ങിയിട്ട് മസ്താനിയുടെ ചാനലിലെങ്ങാണ്ട് ഈ ബിൻസി ഇൻ്റർവ്യൂവിന് എടുത്തെന്ന് തോന്നുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ അതിൽ ക്യാപ്ഷൻ വന്നപ്പോഴത്തേനും അത് വേറെ രീതിയിൽ പോയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്ക്. ചുരുക്കം പറഞ്ഞാൽ ഈ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേനും എല്ലാവരും സന്തോഷമല്ല. ഇതെന്താ ഇങ്ങനെ, ഇതേറ്റ പണിയാണോ, ഇതിങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുവാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വഴക്കിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ബിൻസിയുടെ പപ്പ ഓട്ടോറിക്ഷക്കാരനാണ്. അപ്പം അതിനെന്താ കുറ്റം, അതിനെ തെറ്റെന്താ? ഏതെല്ലാം ജോലി നമ്മുടെ അപ്പന്മാർ ചെയ്യുന്നുണ്ട്. അതൊരു കുറച്ചിലായിട്ടൊന്നും നമുക്ക് പറയാൻ പാടില്ലല്ലോ. അതൊരു ജോലിയല്ലേ, അതൊരു വളരെ മാന്യമായിട്ടൊരു ജോലിയല്ലേ ഓട്ടോറിക്ഷ ഡ്രൈവറിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ. അപ്പം അത് പറഞ്ഞിട്ടാണ് അവിടെ വഴക്ക്. അവിടെ ബിൻസി പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോയത്, വളരെ മാന്യമായിട്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോഴാണ് മസ്താനി ചോദിക്കുന്നത്, ചാച്ചൻ്റെ ഓട്ടോയിലാണോ? പക്ഷെ അതങ്ങനെ ചോദിക്കണ്ടായിരുന്നല്ലേ. ഈ അപ്പന്മാരെയൊക്കെ വെച്ച് പറയാൻ എനിക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മുടെ പേരൻസിൻ്റെ തൊഴിലിനെ ഒന്നും കുറച്ച് കാണാൻ പാടില്ല. അവരുള്ളത് കൊണ്ടല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്, അവർ പെട്ടത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഈ ഒരു നിലയിലെത്തിയിരുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അത് ബിൻസിയെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചു. ബിൻസി ഭയങ്കര അടിപൊളി പെർഫോമൻസ്, നേരത്തെ പറഞ്ഞതുപോലെ. ബിൻസിയുടെ ആ ഒരു ശരീരഭാഷയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലായിരുന്നു. അപ്പം മസ്താനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നത് അനുവാണ്. അനു പറയുന്ന ഒന്നും മിണ്ടണ്ട. പിന്നെ അച്ഛനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അപ്പം ബിൻസി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു നിനക്കില്ലാത്തതാണോ നിനക്കുള്ള കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനു പറയുന്നു, അപ്പം നിനക്ക് പറയാമായിരുന്നല്ലോ
ചാച്ചൻ്റെ കാര്യം അപ്പൻ്റെ കാര്യം എടുത്തിട്ടപ്പോൾ നിനക്കത് പറയാമല്ലോ. അപ്പം മസ്താനി ഒന്നും മിണ്ടുന്നില്ല. മസ്താനിക്ക് കണക്കിന് കിട്ടിയിട്ടിരിക്കുമല്ലോ, പിന്നെ മസ്താനി ഒന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ കണ്ടതല്ലേ എല്ലാവരും പഴയ ആൾക്കാർ വന്ന ടൈമിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടല്ലേ വരുന്നത്. എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു, ഭയങ്കര സന്തോഷം. പക്ഷെ മസ്താനി കയറി വന്നപ്പോൾ മസ്താനി വളരെ നിരാശയോടെ കയറി വന്നു. ആരും കെട്ടിപ്പിടിക്കാനും പോയില്ല, ആരും വർത്താനം പറയാനും പോയില്ല. നമ്മൾ കണ്ടതാണ്. അപ്പം നമ്മൾ എന്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നോ അതിൻ്റെ റിയാക്ഷൻ ആയിരിക്കും നമുക്ക് പിന്നെ കിട്ടുന്നത്. പക്ഷെ നമ്മൾ നല്ലവരായിരിക്കും, ചില ഇൻസിഡൻറ്റ് നടക്കുന്നത് നമ്മുടെ ക്യാരക്ടറിനെയൊക്കെ ആൾക്കാർ വേറെ രീതിയിൽ കാണും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ ബിൻസിയുടെ കാര്യം പിന്നെയും പ്രശ്നമുണ്ട്. അവർ ഭയങ്കര ബിൻസിയുടെ ദാരിദ്ര്യം പറഞ്ഞെന്നോ, സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നതോ, ദാരിദ്ര്യം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന, അപ്പം ഭയങ്കര വഴക്ക് മസ്താനിയും ബിൻസിയും കൂടെ. അപ്പം ബിൻസി പറയുന്നത്, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നീ 2 കാലിൽ ഇറങ്ങിപ്പോകത്തില്ലായിരുന്നു. ഭയങ്കര ഡയലോഗ്സ്. ബിൻസി ഫിനാലെ കയറി ജെസ്സി പറയാണ്. എന്നാലും ഭയങ്കര ഓളമല്ലേ അവിടെ. ജെസ്സി നിന്നോട് പറയാണ് ബിൻസി ഫിനാലയിൽ കയറി. അപ്പം അവിടെ അനുവാണ് കൂടിയിരിക്കുന്നത്. അപ്പം അനു ഈ വഴക്കെല്ലാം കഴിഞ്ഞ സമയത്ത് മസ്താനിയെ എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. നല്ല പാർട്ടിയാണ്. സരിക പറയാണ്, ചിലരെ കുറിച്ച് അനുമോൾ മൈക്ക് മാറ്റി വെച്ച് പറയും. അപ്പോഴാണ് അതുവഴി അക്ബർ വരുന്നത്. അപ്പം അക്ബർ പറയുകയാണ്, എനിക്കും കുറേ പ്രശ്നങ്ങളുണ്ട്, അനു കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് ബിഗ് ബോസിന് സപ്പോർട്ടുണ്ടെന്നാണ് അനു പറയുന്നത്. പക്ഷെ എന്നെക്കാളും ഷാനവാസ് എത്രയോ 700-800 അങ്ങോട്ട് കുങ്കുമം സീരിയൽ അഭിനയിച്ചു. അപ്പം ഷാനവാസിനല്ലേ എന്നെക്കാട്ടിലും കൂടുതൽ ബന്ധമുള്ളത്. അതുപോലെ ബിന്നി ആക്ടറാണ്, ബിന്നിക്കല്ലേ എന്നെ കൂടുതലുമായിട്ട് ബന്ധമുള്ളതെന്നൊക്കെ. അതുപോലെ ആദില പറയുകയാണ്, 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആൾക്കാരുടെ ജീവിതം താറുമാറാക്കുന്നു അനു. അപ്പോൾ അവിടെ അക്ബർ പറയുകയാണ്, നമ്മുടെ വീട്ടുകാർ അതുപോലെ വൈഫ് അവരുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമൊക്കെ കയറിയിട്ട് ഈ അനു പൈസ കൊടുത്ത് ഏൽപ്പിച്ച PR തെറി വിളിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു ഒക്കെ പുള്ളിക്കാരൻ പറയുന്നു. പിന്നെയും അക്ബർ പറയുന്ന, ഒരു തേങ്ങയും ചെയ്യാതെ വെറും PR-ൻ്റെ കയ്യിൽ കാശ് കൊടുത്തിട്ട് PR-ൻ്റെ ബലത്തിൽ കപ്പടിച്ച് പോകാനുള്ള മൈൻഡ് അനുവിന്. ഇരിക്കുന്ന എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. അതിപ്പോഴാണ് ആര്യൻ അതുവഴി വരുന്നത്. അപ്പം ആര്യൻ പറയുന്നു, ആര്യൻ അക്ബറിനോട് പറഞ്ഞെന്ന് അവളോട് അനുവിനോട് സംസാരിക്കാൻ പേടിയാണ്. ആര്യൻ്റെ അമ്മയുടെ അക്കൗണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ PR കയറി കമൻറ്റ് ഇടുന്നു, അതുപോലെ തെറി വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞെന്ന് അക്ബർ പറയുകയാണ്. അപ്പോൾ അവിടെ ശാരിക പറയുന്നത്, എന്തിനാ ഇതൊക്കെ നിന്നോടിപ്പം ആര്യൻ പറഞ്ഞത്, കാരണം നീ ഇപ്പം മത്സരിക്കുകയല്ലേ, നീ ഇപ്പം ഡൗൺ ആയി പോയില്ലേ. അപ്പം അക്ബർ പറയുന്നു, ഇല്ല ഞാൻ ഡൗൺ ആകുന്നതല്ല, അനുവിൻ്റെ റിയൽ മുഖം എനിക്ക് തുറന്ന് കാണിക്കണം, കപ്പ് കോപ്പ് പോട്ടെ പുല്ല് എന്നൊക്കെ കുറേ ചീത്ത വിളിക്കുക, എന്നിട്ട് ഒരു തേങ്ങയുമില്ല എന്നൊക്കെ അവരുടെ ഭാഷയിൽ കുറേ ചീത്തകളൊക്കെ വിളിക്കുകയാണ്. അപ്പം ഇവിടുത്തെ 26 പേരും അറിയണം അനുവിൻ്റെ റിയൽ മുഖം എന്ന് പറഞ്ഞിട്ട് അതിലെ കരയുകയാണ്. പിന്നെയും അക്ബർ പറയുന്ന, വൃത്തികെട്ട വിഷം എന്താണ് അവളെ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ശാരിക ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശാരിക പറഞ്ഞ ഇതൊക്കെ ചിലപ്പോൾ അവരുടെ സ്ട്രാറ്റജി ആയിരിക്കും. അപ്പം അക്ബർ പറയുന്ന, കുടുംബം ഇല്ലാതാക്കുന്നതാണോ സ്ട്രാറ്റജി? 50 ലക്ഷത്തിന് വേണ്ടി കുടുംബത്തെ ഇല്ലാതാക്കാൻ അത് ശരിയാണോ? പിന്നെ പറയുന്ന, വിഷം ചീറ്റി തുപ്പുന്ന സ്ട്രാറ്റജി. ഭയങ്കര കാര്യങ്ങൾ. അപ്പോൾ അക്ബർ പറയുന്നത്, PR എന്ത് തെണ്ടിത്തരം വിളിച്ച് പറയാമെന്നാണോ, അതവരുടെ സ്ട്രാറ്റജിയാണോ, എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ അതുവഴി ആര്യം വന്നു. അപ്പോൾ ആര്യം പറയുകയാണ്, പുറത്തിറങ്ങുമ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും, അതെല്ലാം ഈ ഡേർട്ടി ഗേൾ കാരണമാണ്. കണ്ടന്റ് ഉണ്ടാക്കി സിമ്പതി വാങ്ങിച്ച കപ്പ് കൊണ്ടുപോകും. അപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ വളഞ്ഞ് ആക്രമിക്കുക. പിന്നെ അക്ബർ കരയുന്നു. അപ്പോൾ അക്ബറിൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ ഈ PR അക്ബർ പറയുന്നത്, അനുവിൻ്റെ PR അനു കാശ് കൊടുത്തതുകൊണ്ട് അവരൊക്കെ ഇവരുടെ വൈഫിനെ കുടുംബത്തെയൊക്കെ ആക്രമിക്കുന്നതാണ് അക്ബറിൻ്റെ വാദം. അപ്പോൾ എല്ലാവരുടെ പുള്ളിക്കാരനെ ആശ്വസിപ്പിക്കുന്നു. സരികയും ശാരികയും അവിടെ നിന്നവരെല്ലാം റേന അവരൊക്കെ പറഞ്ഞു, ഇക്കയുടെ ഇമേജ് പോയിട്ടില്ല,
വിഷമിക്കേണ്ട. അപ്പോൾ ഈ അക്ബറിന് വിഷമം എന്ന് പറഞ്ഞാൽ അക്ബർ ഈ സ്മെല്ലാണെന്ന് പറയുകയും പിന്നെ കുളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, പിന്നെ എന്താ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം പുള്ളിയുടെ അനുവിൻ്റെ ബാക്കിൽ നിന്നിട്ട് തെള്ളി അത് ബസ്സിലൊക്കെ നിൽക്കുന്നത് പോലെ പുള്ളിക്കാരനെ അവരെ ടച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നതൊക്കെ പ്രായ വിഷയങ്ങളൊക്കെയാണ്. അപ്പോൾ അക്ബർ പറയുന്നത് എൻ്റെ സംഗീതം സത്യം. അപ്പോൾ സംഗീതത്തെ തൊട്ടാണ് പുള്ളി സത്യം ചെയ്തത്. എൻ്റെ സംഗീതം സത്യം, എൻ്റെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും വന്നോട്ടെ, കുഴപ്പമില്ല, ഇങ്ങനെ വൃത്തികെട്ടവളെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അനുവിനെക്കുറിച്ചാണ്. അപ്പോഴാണ് ഒരു വെല്ല് കേട്ടത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടി. അപ്പോൾ അവിടെ കാണാം ജിസേലിൻ്റെ ഒരു കുറവുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ജിസേലിൻ്റെ വരവ്, ഏത് ഡ്രസ്സായിരിക്കും ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ നല്ലൊരു ബ്ലാക്കിൻ്റെ ഒരു ഫ്രോക്കാണ് ജിസേൽ ഇട്ടുകൊണ്ട് വന്നത്. അപ്പം സ്റ്റോർ റൂമിലാണ് നിന്നത്, വളരെ സുന്ദരിയായിരിക്കുന്നു. അപ്പം ആരിനാണ് ചെന്ന് സ്വീകരിച്ചത്. അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞ് കളിയാക്കുന്നതിന് ചങ്ക് പൊട്ടിപ്പോയില്ലേട്ടാ, അതിങ്ങനെ എല്ലാവരും പറഞ്ഞ് കളിയാക്കി. അപ്പം ചെന്ന് അപ്പം എല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച അവസാനം അനുവിൻ്റെ അടുത്ത് ചെന്ന്. അപ്പം അനുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയണം, നീ അങ്ങ് ചെറുതായി പോയല്ലോ. ബിഗ് ബോസ് എല്ലാവരും ലിവിങ് റൂമിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എല്ലാവർക്കും, അപ്പം വന്നവർക്കൊക്കെ സ്വാഗതം കൊടുത്തിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ പുറത്തെ കാര്യങ്ങൾ അകത്ത് സംസാരിക്കരുത്, അങ്ങനെയുള്ളൊരു മര്യാദ നിങ്ങൾ കാണിക്കണം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പാക്ക് ചെയ്തങ്ങ് വെളിയിൽ പോകണം എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. പിന്നെ ഫൈനൽ 7 വന്നവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇത്ര വരെ എത്തിയത്, അതുകൊണ്ട് നിങ്ങൾ ആത്മവിശ്വാസം കാണിക്കണം. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ആടി ഉലഞ്ഞിട്ടുണ്ട്. കാരണം ഈ പുറത്തുനിന്ന് വന്നവരൊക്കെ എന്തായാലും പറയുമല്ലോ, ഭാഷയിലൂടെയും എഴുതിയൊക്കെ കാണിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ അകത്ത് നിന്നവർ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അവർക്ക് എല്ലാവർക്കും ഒരു വെപ്രാളം. പിന്നെ ബിഗ് ബോസ് പറയുകയാണ്, ഫൈനൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. പിന്നെ വന്ന കണ്ടസ്റ്റൻറ്റുകൾക്കെല്ലാം സമ്മാനം ഇവരെ കൊണ്ട് കൊടുപ്പിക്കുന്നു. 96-ാം ദിവസത്തിന് മുൻപ് എന്ന് പറയുക, ഫസ്റ്റ് ദിവസത്തിൻ്റെ പുനർജന്മമാണ് ഈ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ. ആദ്യത്തെ ദിവസം എല്ലാവരും ഉണ്ടായിരുന്നില്ല അതുപോലെ. എന്നാൽ ആദ്യത്തെ ദിവസമല്ല, കുറച്ചങ്ങോട്ട് വൈറ്റ് കാർഡ് എൻട്രി ഒക്കെ വന്നല്ലോ, കുറച്ച് വൈൽഡ് കാർഡ് എൻട്രി. അപ്പം ഇത് ആദ്യത്തെ ദിവസത്തിൻ്റെ പുനർജന്മം ഹൗസിൻ്റെ ആണെന്ന് ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ ഫുൾ ആൾക്കാരാണ് അവിടെ. ആരൊക്കെ വന്നിട്ടുണ്ടോ കണ്ടസ്റ്റൻ്റായിട്ട് അവരെല്ലാവരും ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കാണിക്കുക ഷാനവാസ്, ആദില, നൂറ സംസാരം. അപ്പം ആ ഒരു പെങ്ങൾ പരിവേഷമുണ്ട്, ഒരു ആങ്ങള പരിവേഷമുണ്ടല്ലോ ഷാനവാസിന്. അപ്പോൾ അവരെ രണ്ടുപേരോട് വിളിച്ചിരുത്തി ഞാനുവിൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഒത്തുപോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജിനാണ് അത് ബാധിക്കുക. കാരണം 2-3 ദിവസമേ ഉള്ളൂ. അപ്പോൾ അത് പ്രേക്ഷകരാണ് ഇനി വിലയിരുത്തുന്നത്. അപ്പം നിങ്ങളുടെ ഇവിടുത്തെ പെരുമാറ്റം അനുസരിച്ചാണ് ഇനി പ്രേക്ഷകർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് അനുവായിട്ട് യോജിച്ച് പോകണമെന്നാണ് ഈ പറഞ്ഞത്. ഉടനെ തന്നെ അനുവിനെ വിളിക്കുന്നു. എന്നെ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അനു കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ നൂറയ്ക്ക് അത്ര അങ്ങോട്ട് വരുന്നില്ല. അപ്പം നൂറ് പറഞ്ഞിട്ട് കുറച്ച് സമയം എടുക്കും. ഷാനവാസ് പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ദൈവത്തിൻ്റെ കയ്യിലും ജനത്തിൻ്റെ കയ്യിലുമാണ്. എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ തീർത്തിട്ട് പോവുക. പക്ഷെ ഇത് കണ്ട് രസിക്കുന്നവരുണ്ടായിരിക്കും. എല്ലാ സീസണിലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം. പക്ഷേ ഇതെല്ലാവരും വഴക്കാം. ഇവർ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എനിക്ക് തോന്നുന്നു അതിങ്ങനെ ഇന്നലെ പറഞ്ഞതുപോലെ അങ്ങനെ വല്ല സ്ട്രാറ്റജി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങ് വഴക്കം എല്ലാവരും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ്, പഴയ കാര്യങ്ങൾ. പക്ഷേ അവിടെ ഉള്ള കണ്ടസ്റ്റൻറ്റുകളായിട്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും ഇത് വഴക്ക് ഊതിപ്പിരിപ്പിക്കാൻ വന്നവരാണോ, വഴക്ക് ശമിപ്പിക്കാൻ വന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്ന് കുറേ വഴക്കുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് 95-ാമത്തെ എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇനി നമുക്കൊരു 5 ദിവസം കൂടെ കാത്തിരിക്കാം വിന്നർ ആരാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്ന പോലെ ആര് വിന്നറായാലും അവർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്. നമ്മൾ പ്രേക്ഷകരാണ്, നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് മീൻസ് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ കണ്ടസ്റ്റൻറ്റുകളാണ് നമുക്കിഷ്ടം. അപ്പോൾ ആര് വിന്നറായാലും അവർക്കാണ് സന്തോഷം, എനിക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം സന്തോഷം. അപ്പം എനിക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. നമുക്ക് കാത്തിരിക്കാം വിന്നർ ആരാണ്. ഓക്കെ, അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.